രണ്ടാമത്തെ ദിവസമാണ്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് രാവിലെ ഇറങ്ങിയേക്കുക. നല്ല തണുപ്പുണ്ട്, ചെറിയ മഴയുണ്ട്. അത്ര എന്താ പറയുക, വൃത്തിയുള്ളൊരു ക്ലൈമറ്റ് അല്ല അല്ലേ. മിക്കവാറും പണി കിട്ടും, മഴയൊക്കെ വരാൻ സാധ്യതയുണ്ട്. 90% ചാൻസാണ് കാണിക്കുന്നത് ഗൂഗിളിൽ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സ്നോഡോണിയൻ നാഷണൽ പാർക്ക്. അപ്പം എനിക്ക് തോന്നുന്നു അവിടെ ഹിൽസും അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു, മൗണ്ടൻസ്. നമുക്ക് പോയി നോക്കാം എന്താ സംഭവം, എനിക്ക് എക്സാക്ട്ലി അറിയത്തില്ല. അപ്പം ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ആശിഷും ചിന്നും ഡേബേക്കിന്ന് വരുന്നുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ബീച്ചിലൊക്കെ ഒന്ന് 2-3 ഡെസ്റ്റിനേഷൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം ഓരോന്നോരോന്നായിട്ട് അല്ലേ, മഴയില്ലെങ്കിൽ അല്ലേ. അങ്ങനെ നമ്മൾ സ്നോഡോണിയയിലോട്ടുള്ള യാത്ര തിരിക്കുകയാണ് കേട്ടോ. ഇപ്പം അവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അതായത് ആ മൗണ്ടൈൻ്റെ മുകളിലൊരു റെയിൽ പാതയൊക്കെ ഉണ്ട് കാണാൻ. അതുപോലെ ഹൈക്കിങ് ചെയ്യാനും സിപ്പ് ലൈനും അങ്ങനെ കുറേ സെറ്റപ്പ് ഉണ്ട്. പിന്നെ മാത്രമല്ല UK പൊതുവേ കാണപ്പെടാത്തൊരു സാധനമാണ് പാമ്പ്. പക്ഷേ ഈ സ്നോഡോണിയൻ നാഷണൽ പാർക്കിൽ ആഡർ എന്ന് പറഞ്ഞ, അതായത് നമ്മുടെ അണലി ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇടയ്ക്ക് ഡ്രൈവിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങും നല്ലൊരു വ്യൂ ഒക്കെ കണ്ടപ്പം വണ്ടി നിർത്തിയതാണ്. അന്നേരമാണ് ഒരു ടിക്ടോക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാണ്. പാർക്കിംഗ് ഒക്കെ കിട്ടിയപ്പോൾ നിർത്തിയേക്കും കേട്ടോ. അവിടെ കുറച്ച് പേര് ടിക്ടോക്ക് ഒക്കെ ചെയ്യാണ്. പ്ലാനിൽ ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്. കാരണം ഞങ്ങൾ ആദ്യം പോകാൻ പ്ലാൻ ചെയ്ത് എങ്ങോട്ടാണ്, സ്നോഡോണിയൻ നാഷണൽ പാർക്ക് ആയിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും ഭയങ്കര മഴയും പിന്നെ അവിടെ കുറച്ച് മൗണ്ടൈനും ഹിൽസൊക്കെയാണ്. അപ്പോൾ ഹൈക്കിങ്ങും പിന്നെ എന്തായിരുന്നു സിപ്പ് ലൈനും അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. സോ അതുകൊണ്ട് അത് നടക്കത്തില്ലായിരുന്നു, കാരണം ഭയങ്കര മഴയായിരുന്നു, സേഫ് അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ സംഭവം വിട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് വന്നേക്കുക. ഞങ്ങളൊരു ക്യാസിലാണ് ഇരിക്കുന്നത്, ഹാർലക് ക്യാസിൽ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ല. അതായത് ബാക്കിൽ കാണുന്നതാണ് ക്യാസിൽ. അപ്പോൾ ഈ ഹാർലക് ക്യാസിലും ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ട കോൺവെന്റ് ക്യാസിൽ ഉണ്ടാക്കിയ അതേ കാലഘട്ടത്തിലാട്ടോ. 1200-കളിലാണ്. അതായത് 1282-നും 89-നും ഇടയ്ക്കാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഓൾമോസ്റ്റ് 8000 പൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ഈ ക്യാസിൽ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ ക്യാസിൻ്റെ ഹിസ്റ്ററി പോലെ തന്നെ ഇതും ഒരുപാട് എന്താ പറയുക, യുദ്ധങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ടുള്ള ക്യാസിലാണ്. അതുപോലെ പാറക്കെട്ടുകൾ കൊണ്ടാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഓട്ടോമാറ്റിക് ഹാൻഡ് വാഷ് ആൻഡ് ഡ്രയർ. അതത്ര കോമൺ ആയിട്ട് കാണുന്നതല്ല, ഇടയ്ക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. സോപ്പ് വന്നു അല്ലേ, വെള്ളം വന്നു. സാധാരണ രീതിയിൽ ഹാൻഡ് വാഷും സോപ്പും ഡ്രയറും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് കാണാറുള്ളത്. പക്ഷേ ഇവിടെ ഇത് ഒരുമിച്ചാണ്. അതങ്ങനെ കോമൺ ആയിട്ട് കാണുന്നതല്ല. പക്ഷെ എന്തായാലും നമുക്ക് ആവശ്യത്തിന് വെള്ളം വരുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു ഇവർ വെള്ളം ലാഭിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച പദ്ധതിയാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്യാസിലിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു സ്കൾപ്ചറാണ് ഇത്. ഇക്വസ്ട്രിയൻ സ്റ്റാച്യു അല്ലെങ്കിൽ ദ ടു കിങ്സ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഈ സ്കൾപ്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് 1984-ലാണ്. ഇതിനകത്ത് കാണിക്കുന്ന ഒരു രാജാവ് അയാളുടെ നെഫ്യൂ, അതായത് യുദ്ധത്തിൽ മരണമടഞ്ഞ നെഫ്യൂനെ കൊണ്ട് തിരിച്ച് കുതിരപ്പുറത്ത് വരുന്നതാണ്. അങ്ങനെ ഹാർലക് ക്യാസിലൊക്കെ കണ്ട് നമ്മൾ അടുത്ത ഒരു ലൊക്കേഷനിലോട്ട് പോവുകയാണ്. മഴയായതുകൊണ്ടും ക്ലൈമറ്റ് കൊള്ളാത്തതുകൊണ്ടും ഞങ്ങൾ ഒരുപാട് ഹൈക്കിങ്ങും നടക്കുന്ന പരിപാടിക്കൊന്നും നിൽക്കുന്നില്ല. അടുത്തത് ഒരു ക്യാസിലോട്ട് തന്നെയാണ് പോകുന്നത്. കെനാവൻ ക്യാസിൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ക്യാസിലെത്തിയേക്കുവാണ്. അടുത്ത ക്യാസിൽ എന്തായിരുന്നു,
കനാവൻ കാസിൽ കേട്ടോ. അതിന് സ്പെല്ലിംഗ് കണ്ട അങ്ങനെയൊന്നല്ല വായിക്കുന്നത്, പക്ഷേ അത് പറയുന്നത് കനാവൻ കാസിൽ തന്നെയാണ്. നമുക്ക് പോയി നോക്കാം. ഈ കാസിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു ഹാർബറൊക്കെ കാണാം. അതുപോലെ തന്നെ ഒരു ബോട്ട് തിരിച്ചിട്ടിരിക്കുന്ന പോലെ ഒരു സീറ്റൊക്കെ അവരുണ്ടാക്കി വെച്ചത് നല്ല ഭംഗിയായിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് മുന്നോട്ട് പോയി നോക്കാം. നിങ്ങൾക്ക് ക്യാമറ കാണുമ്പോൾ അറിയാം മഴയൊക്കെ പെയ്ത് ആകെ വെള്ളമൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഈ കനാവൻ കാസിൽ ബാക്കിയുള്ള കാസിലുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിപ്പം കൂടിയ കാസിലാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് 1330 ഇതിൻ്റെ പണി തീർന്നിരിക്കുന്നത്. ഇതും എഡ്വാർഡ് എന്ന് പറഞ്ഞ രാജാവിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അങ്ങേരുടെ ഒരു വീക്ക്നെസ് ആയിരുന്നു തോന്നി ഈ കാസിലുകളൊക്കെ, കാരണം എല്ലാം അങ്ങേരെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ അറിയാലോ എല്ലാ കാസിലുകൾക്കും ഉണ്ടാവും കുറേ യുദ്ധങ്ങളുടെ ഹിസ്റ്ററി പറയാൻ, അങ്ങനെയൊക്കെ തന്നെയാണ് ഇതും. അതുപോലെ തന്നെ ആ സമയത്ത് ഓൾമോസ്റ്റ് 20,000-നും 25,000-നും ഇടയിൽ ചിലവാക്കിയാണ് ഈ കാസിൽ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഇത് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അയണും ലെഡും ആണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ കാസിലിൻ്റെ ഒരു വശത്തോട് ചേർന്ന് ഇങ്ങനെ ഒരു കടലിൻ്റെ ഒരു പാർട്ടാണെന്ന് തോന്നുന്നു ഇത്. അങ്ങനെ ഒരു സംഭവമുണ്ട്. എന്തായാലും നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ എല്ലാം കൂടി കാണാൻ. ആ ഒരു കാസിലും പിന്നെ ഇങ്ങനെ കടലിൻ്റെ ഒരു പാർട്ടും ഒക്കെ ആയിട്ട് ഒട്ടും അകലമില്ല, ചേർന്ന് തന്നെ ആ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെയാണ്. അതുപോലെ ഇപ്പോൾ ഇത് ആംഗ്ലസി എന്ന് പറഞ്ഞ് ഇപ്പോൾ കാണിക്കുന്ന ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതൊരു അപ്പാർട്ട്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ആംഗ്ലസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് വെയിൽസിൽ തന്നെ വേറൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഉള്ള അപ്പാർട്ട്മെൻറ്റോ റെസ്റ്റോറൻറ്റോ എന്തോ ആണ് അത്. എന്തായാലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട്, അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ കടലിൻ്റെ പാർട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനോട് ചേർന്നിട്ട് ഒരു ടെലിസ്കോപ്പൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 20 pence ഇടുവാണെങ്കിൽ നമുക്ക് അതിൽ കൂടെ നോക്കിയിട്ട് അകലെയുള്ള കാര്യങ്ങളൊക്കെ കാണാനൊക്കെ പറ്റും. കനാവൻ കാസലിൻ്റെ വാൾസിന് ഓൾമോസ്റ്റ് 18 feet ഹൈറ്റ് വരുന്നുണ്ട്. മണിയായി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മക്ഡൊണാൾഡ്സ് കയറിയിരിക്കുക. ഓരോരുത്തർ ഓരോ സ്ക്രീനിൽ ഇങ്ങനെ ഓർഡർ ചെയ്യുന്നുണ്ട്. ബർഗറല്ലേ കഴിക്കുന്നേ? ചിക്കൻ ബർഗർ. അങ്ങനെ ഞങ്ങളെല്ലാവരും മക്ഡൊണാൾഡ്സിലൊക്കെ കയറി ഈ സ്ക്രീനിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ സെലക്ട് ചെയ്ത് ഡ്രിങ്ക്സും സൈഡ് ഡിഷും എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതൊക്കെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ പേയ്മെൻറ്റും ഇവിടെ തന്നെ ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്ത് നമ്മൾ ടേബിളിൽ വെയിറ്റ് ചെയ്താൽ മതി, അവർ നമുക്ക് ഫുഡ് കൊണ്ടുതരും, പ്രിപ്പയർ ചെയ്ത് കൊണ്ടുതരും അപ്പം തന്നെ. അപ്പം അതുകൊണ്ട് ഒത്തിരി സമയം ചിലവാകത്തില്ല, പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നടക്കും. ഇങ്ങനെ ആയതുകൊണ്ട് ക്യൂ നിന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇന്നത്തെ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ ആകെ കുറച്ച് കുളമായി കേട്ടോ, കാരണം ഫുള്ള് മഴ ആയതുകൊണ്ട് ഞങ്ങൾ സ്നോഡോണിയ നാഷണൽ പാർക്ക് ഒന്നും കയറാനൊന്നും പറ്റില്ല. പിന്നെ 2 കാസിൽ കണ്ടു. ഞങ്ങൾ മക്ഡൊണാൾഡ്സിലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ഞങ്ങൾ വിചാരിച്ചു ഇപ്പം കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട്, അപ്പോൾ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ക്ലൈമറ്റ് കണ്ടാൽ ഞെട്ടും, കാരണം ഇത്ര സമയം പൂരം മഴയായിരുന്നു, ഇപ്പോൾ നല്ല വെയിലായി. ഈ വെയിലൊക്കെ കണ്ട് ഞങ്ങളൊന്ന് സന്തോഷിച്ചിരുന്നു, ബീച്ചിലൊക്കെ പോയി അടിച്ചു പൊളിക്കാമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കുറച്ചും കൂടി അങ്ങ് ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര മഴയായി. സോ ബീച്ചിൽ പോക്ക് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇൻഡോർ ആക്ടിവിറ്റീസിലോട്ട് കിടക്കുകയാണ്. കുക്കിങ്ങും ബാക്കി പാർട്ടി പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ച് പാളിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കുക്കിംഗ് ഒക്കെ ആയിട്ട് ഇൻഡോർ ആക്ടിവിറ്റീസിലോട്ട് കിടക്കാന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഗീ റൈസും ചിക്കൻ കറിയും. നമ്മുടെ ചിക്കൻ കറിയുടെ സവോള ഇവിടെ വഴച്ചിക്കൊണ്ടിരിക്കുകയാണ് ബൈ ചിന്നുമോൾ. നമ്മുടെ രേഷു ആണെങ്കിൽ ഇത് സലാഡിലോട്ടുള്ള മുന്തിരി, മുളക്, ക്യാരറ്റ്, സവോള എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചിക്കൻ കറിയും എല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ്.
അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഡിന്നറൊക്കെ ഉണ്ടാക്കി കഴിച്ച് പിന്നെ അതിനുശേഷം ഡാൻസും പാട്ടും പരിപാടികളൊക്കെ അങ്ങ് ആരംഭിച്ചു. ചീട്ടുകളിയും കാര്യങ്ങളും പകൽ എൻജോയ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ എല്ലാ കുറവും ഞങ്ങൾ രാത്രി തീർത്തിട്ടുണ്ട്. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നെക്സ്റ്റ് ഡേയിൻ്റെ വീഡിയോസ് അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും. ബൈ. അളിയന്റെ കുപ്പിടാസനാണ് ഹൈലൈറ്റ്. കുപ്പിടാസനം സെറ്റ്. ഹെലികോപ്റ്റർ സ്റ്റെപ്പ് നോക്കുന്നുണ്ട്. ഓ എന്റെ കുഞ്ഞു